ഹായ്, വീണ്ടും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫുഡ് ഹോട്ടൽ ഇൻഡസ്ട്രി അതിനെക്കുറിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളും അതുപോലെ ഞാൻ കണ്ടതും കേട്ടതും അങ്ങനെ മൊത്തത്തിൽ എനിക്ക് എൻ്റെ നോളജ് നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ നോളജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഇൻഡസ്ട്രിയിലുള്ള ഹോട്ടൽ ഫീൽഡിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യണം. പ്ലസ് നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ബിരിയാണി അനുഭവങ്ങളാണ്. അപ്പോൾ ഒരു നാട്ടിലെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ്, പിന്നെ ഓൾ കേരള, ഇന്ത്യ, അതുപോലെ വേൾഡിൽ എവിടെ പോയാലും ബിരിയാണി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫുഡായിട്ട്, അതുപോലെ തന്നെ എല്ലാ നാട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് ബിരിയാണി. അപ്പോൾ ബിരിയാണി ഇവിടെ നാട്ടില് ദം ബിരിയാണി ഒക്കെ, ഞാൻ തൃശ്ശൂർകാരനാണ്. അപ്പോൾ തൃശ്ശൂരിലുള്ള ദം ബിരിയാണിയാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇവിടെയുള്ള ചില ആളുകളിൽ നിന്ന്, ചില കുഴപ്പമില്ലാതെ ബിരിയാണി വെക്കാൻ പോകുന്ന ആളുകളിൽ നിന്ന് ഞാൻ അസിസ്റ്റന്റ് ചെയ്തു പഠിച്ചു. അങ്ങനെ ഞാൻ ചെറിയൊരു കടയ്ക്ക് ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ 2-3 കടകളിലേക്ക് ഇവിടുത്തെ ബിരിയാണി തന്നെ ഞാൻ ദം ബിരിയാണി, അത് സ്പ്രെഡ് അല്ല, പല സ്ഥലത്തും നെയ്ച്ചോറ് വെക്കുന്നു, ചിക്കൻ കറി വെക്കുന്നു, പൂത്തുന്നു, ബീഫ് വെക്കുന്നു, മട്ടൻ വെക്കുന്നു, പൂത്തുന്നു, ഇങ്ങനെ കറി വെക്കുക, എടുത്തു വെക്കുക നെയ്ച്ചോറിനകത്തേക്ക്. ഇതല്ലാതെ ബിരിയാണി എന്ന് പറയുന്ന ഒരു സംഭവം വേറെ ഒന്നും അറിയില്ല. അതിൽ കുറച്ചുകൂടെ നന്നായി ചെയ്യുന്നത് എനിക്ക് തോന്നിയത് ചിക്കൻ മസാല പുരട്ടി പൊരിച്ച് അതിനെ എടുത്ത് മസാല, സബോള, തക്കാളി അതിൻ്റെയൊക്കെ കൂട്ടുള്ള ഒരു മസാല അടിച്ച് അതിലേക്ക് ജസ്റ്റ് ഒന്ന് കലത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് വെക്കുന്നു. അപ്പോൾ ഏകദേശം ചിക്കൻ 75%, 80%, 100% എന്തോ ചിക്കൻ ആയിരിക്കും. അതിലേക്ക് ഇടുന്നു, ചോറ് ഊറ്റി അടിക്കുന്നു. അപ്പോൾ ഞാൻ വൈറ്റ് സെല്ല എന്ന് പറയുന്ന ഇന്ത്യ ഗേറ്റിന്റെ റൈസാണ് ചെയ്ത് പഠിച്ചതൊക്കെ. അത് പുഴുങ്ങല്ലരിയാണ്. അപ്പോൾ ഈ പുഴുങ്ങല്ലരിയിൽ ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര ദാഹം, അതുപോലെ തന്നെ ഉറക്കം വരിക, ടയർഡാവും ബോഡി പെട്ടെന്ന്. അതുപോലെ കഴിച്ച 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ദാഹം തുടങ്ങി അന്നത്തെ ദിവസം മുഴുവൻ ദാഹമായിരിക്കും. രാത്രിയാണ് കഴിക്കണമെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല, അത്രയും ദാഹമായിരിക്കും. അപ്പോൾ അതെന്താന്നുള്ള അരികളും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ ബിരിയാണി ഞാൻ വെച്ച് പഠിച്ച് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നി ഞാൻ ബാംഗ്ലൂരിലേക്ക് ഫാമിലിയായിട്ട് ഷിഫ്റ്റായി. അങ്ങനെ അവിടെ ഞാൻ പല ഹോട്ടലുകളിലും ജോലിക്കായി പോയപ്പോൾ എൻ്റെ ബിരിയാണി അവിടെ കേരളക്കാർ കഴിക്കുമെന്ന് പറയുന്നു, എങ്കിലും അത് പോരാ. ടേസ്റ്റ് ഉണ്ട്, ഞാൻ അതിൽ നല്ല കോൺഫിഡൻ്റ് ആണ്, കഴിക്കുന്നവർക്കും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ പാരഡൈസ്, അതുപോലെ തന്നെ ബാംഗ്ലൂർ മുസ്ലിംസ് ജാസ്തിയുള്ള ഏരിയയിലൊക്കെ അവിടെ ബാംഗ്ലൂർ മുസ്ലിം ബിരിയാണി, ആമ്പൂർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ട്. അതൊക്കെ പോയി കഴിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഓരോ അരിമണികളുടെ ഉള്ളിലും എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ്. അത് നമ്മൾ ഈ നെയ്ച്ചോറിൽ കൂട്ടിക്കുഴച്ചാൽ, ചിക്കൻ കറി വെച്ചിട്ട് കുഴച്ചാൽ കിട്ടുന്നില്ല. അതുപോലെ പീസിനൊക്കെ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ. അതുപോലെ പൊരിച്ചിട്ടല്ല അവർ വെച്ചിട്ടുള്ളത്, അതൊരു പുഴുങ്ങി പൊരിച്ച പോലത്തെ ടേസ്റ്റാണ്. പിന്നെ ബിരിഞ്ചി ബിരിയാണി, അതുപോലെ ആമ്പൂർ ബിരിയാണിയൊക്കെ ഒരു പുഴുങ്ങിയ സ്റ്റൈലാണ്, എന്നാൽ ഒരു മിനി ദം, ഒരു അത്യാവശ്യം ഒരു ദമ്മിലാണ് അത് വെന്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ചോറ് വെറ്റ് കഴിച്ചു തുടങ്ങി അവസാനത്തെ ഭക്ഷണം അത് തീരുന്നവരെയും അടിപൊളി, നല്ല ടേസ്റ്റ്. ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ എവിടെയില്ല. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഓക്കെ, ഇത് ഒന്ന് പഠിക്കണം. അങ്ങനെ ഞാൻ ആമ്പൂർ ബിരിയാണി പഠിച്ചു. ആമ്പൂർ ബിരിയാണിയിലെ പല വേർഷൻസ് ഉണ്ട്. ഇപ്പം ഈ സൗദി കബ്സ എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ ഒരു വേർഷനാണ്. പിന്നെ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഉള്ള ഒരു ചെറിയ മിക്സ് വേർഷനാണ് ഈ കുഴിമന്തി, ആ ഒരു രീതിയാണ്. അതുപോലെ തന്നെ ദൊണ്ണ ബിരിയാണി എന്ന് പറയുന്നത് മസാല കുറച്ച് വ്യത്യാസമുണ്ട്, അതിന് കുക്കിങ്ങിന്റെ സൈഡ് സ്വല്പ വ്യത്യാസം ഉണ്ടെങ്കിലും കാറ്റഗറിയാണ് ഈ ചെട്ടിനാട്, അതുപോലെ തന്നെ തലപ്പാക്കെട്ട്, ആമ്പൂർ, സൗദി കബ്സ ബിരിയാണി, മന്തി റൈസ്, പിന്നെ അതുപോലെ ദൊണ്ണ ബിരിയാണി. അതൊക്കെ ഏകദേശം ഒരേ പാറ്റേണിലുള്ള ബിരിയാണികളാണ്. മസാലകളിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും പാറ്റേൺ ഒന്നാണ്. പക്ഷെ ഒരു നഗ്ന സത്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ബിരിയാണികളും കഴിക്കാൻ സത്യം പറഞ്ഞാൽ ബീഫ് അല്ലെങ്കിൽ മട്ടൻ, ഈ രണ്ടിനെ ടേസ്റ്റ് ഒറിജിനൽ തരാൻ കഴിയുള്ളൂ. ചിക്കൻ
അത്ര സുഖകരമായിരിക്കില്ല. അപൂർവം ചിലയിടത്ത് കുഴപ്പമില്ല, എങ്കിലും സുഖകരമായിരിക്കില്ല. ചിക്കൻ അത്ര ടേസ്റ്റ് പോരാ. ഇതിലേത് എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. മന്തി ഓക്കെ, ചിക്കൻ പിന്നെ നമ്മൾ ഈ ഷവായി ചിക്കൻ ചെയ്യുന്ന പോലെ ഉള്ളൊരു മെത്തേഡാണ്, എങ്കിലും പോരാ അതിൻ്റെ മസാലകൾ. അതിൻ്റെ ഒരു ഒറിജിനൽ രുചി നമുക്ക് കിട്ടില്ല. പിന്നെ അത് കൂടാതെ തന്നെ മന്തിയിലൊക്കെ ഒരുപാട് ഈ ഇതുണ്ട്, മറ്റേ മാഗി കട്ട എന്ന് പറയും, ഫുൾ അജിനാമോട്ട ചേർത്തിട്ടുള്ള മാഗി കട്ട. ഇത് വലിച്ചു വാരി ഇടും. അത് കഴിച്ചാൽ തന്നെ വയറ് ദാഹവും. അതുപോലെ മന്തിയൊക്കെ വെക്കുന്നത് പുഴുങ്ങലരിയാണ്. അപ്പോൾ ബസുമതിയിൽ പുഴുങ്ങലരിയിലാണ് അവരടിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന ആൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അതുപോലെ തന്നെ ഒരല്പം വെള്ളം കൂടി എന്തെങ്കിലുമൊക്കെ വന്നാൽ പോലും അരി വീഴില്ല. അരി ഇങ്ങനെ നല്ല സ്ട്രോങ് വടിയായിട്ട് നിൽക്കും. ഇനി അല്പം വെള്ളം കൂടിയാലും വേവ് കൂടിയാലും കുറച്ചും കൂടി നിവരാന്നല്ലാതെ കുഴഞ്ഞു പോവില്ല. നേരെ മറിച്ച് പച്ചരി ആണെങ്കിൽ കഴിക്കുന്നവർക്ക് വളരെ സ്മൂത്ത് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാലകളുടെ ടേസ്റ്റ് 3-4 ഇരട്ടി നമുക്ക് കൂടുതൽ ഫീൽ തരും. പക്ഷേ റിസ്ക് ആണ്. നന്നായി പഠിച്ച ഒരാൾക്ക് മാത്രമേ പച്ചരിയിലെ ബസുമതിയിൽ വെക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ലോങ് റൈസ് വെക്കുന്നത്. ഈ ഇന്ത്യ ഗേറ്റിന്റെ വൈറ്റ് സെല്ല പോലത്തെ അലിബാബ എല്ലാത്തിലും ഉണ്ട്, പുഴുങ്ങല്ലരിയിലാണ് പ്രധാന വെപ്പ്. മന്തി പോലത്തെ ഒക്കെ ആണെങ്കിൽ ഡബിൾ സ്ട്രീം റൈസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ ബ്രാൻഡഡ് ആണെങ്കിൽ ഗോൾഡൻ സെല്ല എന്ന് പറയും. അത് 2 പ്രാവശ്യം പുഴുങ്ങല് അടിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവുമ്പോൾ തന്നെ ഒരു സ്വർണ്ണ നിറം അതിന് വരും. അപ്പോൾ അരികളെ കുറിച്ചും പിന്നീട് പറയാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ബിരിയാണി കഴിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു പഠിക്കാം. അങ്ങനെ പാരഡൈസിന്റെ അവിടെ ചെന്നു സംസാരിച്ചു. അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ കിച്ചണിലേക്കൊന്നും ആരെയും അടുപ്പിക്കില്ല, നിങ്ങൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ നിൽക്കാം, വളരെ തുച്ഛ ശമ്പളമാണ് അങ്ങനെ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് ചെന്നാലും കിട്ടുള്ളൂ. എങ്കിലും ഞാൻ പലരുമായി സംസാരിച്ച് അങ്ങനെ അവിടെ കയറിപ്പറ്റി. സത്യം പറഞ്ഞാൽ നമ്മളെ ബിരിയാണിയുമായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് തോന്നുന്നു പണ്ട് ആരോ അവിടെയൊക്കെ കിച്ചണുകളിൽ പണിക്ക് വല്ല കട്ടിങ്ങിനോ കഴുകാനോ പോയിട്ട് അവര് അത് കണ്ടിട്ട് ഇവിടെ ട്രയൽ അടിച്ചു നോക്കിയിട്ടുണ്ട്. തമിഴന്മാര് ഈ നൈസാമിന്റെ കാലത്താണ് ഈ ബിരിയാണിയൊക്കെ മീൻസ് അവര് കണ്ടുപിടിച്ചിട്ടുള്ളത്. രാജാക്കന്മാർക്കുള്ള ഡിഷാണ് അത്. ആ ഡിഷ് അവിടെ കുറച്ച് പണിക്കുന്നവര് തമിഴ്നാട്ടിൽ പോയി ശ്രമിച്ചു. ഒന്ന് പാളിയപ്പോൾ അത് ആമ്പൂറും അതുപോലെ കപ്സിങ് ഇതൊക്കെ ആയി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കിങ് ഓഫ് ബിരിയാണി അതിനെ കണ്ടപ്പോ എന്താണ് ബിരിയാണിക്ക് ടോട്ടൽ, കാരണം നമ്മള് ഇങ്ങനെ സ്റ്റെപ്പ് മേളിലേക്ക് പോയി അവിടെ നിന്നിട്ട് താഴേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി, ഓ ഇതിന്റെ ഒക്കെ നീരൊഴുക്ക് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കേരള ബിരിയാണി എങ്ങനെ ഉണ്ടായത്? കാരണം ഇവര് അത് കണ്ടിട്ട് മോഡൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ശരിക്കുള്ള കൂട്ട കിച്ചണിൽ അവർ കൂടെ വർക്ക് ചെയ്ത് അവരുടെ മാസ്റ്റേഴ്സ് ഓരോ അരികളും അതിന്റെ പഴക്കം അത് ഒരു കയ്യിലെടുത്താൽ തന്നെ നമ്മളെ ട്രെയിനിങ് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇത് പച്ചരിയാണ്, എത്ര പഴക്കമുണ്ട്, ഇതിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് 99% അരി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എത്ര സമയം കുതിർത്തണം, അങ്ങനെ ഓരോ അരികൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇവിടെയുള്ള മാസ്റ്റേഴ്സിന് അതിനെ കുറിച്ച് യാതൊരു ഐഡിയയും. സത്യം പറഞ്ഞല്ല, ഞാൻ ഇവിടെ ബിരിയാണി ചെയ്യുന്ന ആളുകൾ കളിയാക്കല്ല, ഒരു സത്യമാണ്. പിന്നെ പാരഗൺ ബിരിയാണി. അപ്പൊ അങ്ങനെ അവിടുന്ന് അത് ഞാൻ പഠിച്ചു. അതിന്റെ അനുഭവങ്ങൾ ഞാൻ പിന്നീട് പറയാം. പാരഗൺ കോഴിക്കോടൊക്കെ വളരെ ഫേമസ് ആണ്. 300 കിലോ 400 കിലോ ബിരിയാണി ആണ് അവരടിക്കുന്നത് ചിക്കനിലൊക്കെ. സെമി ദം ബിരിയാണി, അതും ഈ ബിരിയാണി കണ്ടിട്ട് ഫുൾ അങ്ങോട്ട് പഠിച്ചിട്ടില്ല, ഫുൾ മനസ്സിലാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. എവിടേക്കോ കുറച്ച് പാളിച്ചിട്ടുണ്ട്, എങ്കിലും ഒപ്പിച്ചു. ഒരു മധുരമായിരിക്കാം ഇവര് പാരഗണിലൊക്കെ കഴിച്ചാൽ അത്ര ഇതുണ്ടായിരിക്കില്ല. പക്ഷെ ഒറിജിനൽ ബിരിയാണി അതിന്റെ മസാലയും അതിന്റെ ഇറച്ചിയും ഒക്കെ പച്ചിറച്ചി കുഴച്ച് ദമ്മ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് ഫ്രൈ ചെയ്ത പോലെയാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ തൃശ്ശൂരിൽ 1-2 കടകൾക്കൊക്കെ ഈ ട്രെയിനിങ് കൊടുക്കാൻ പോയപ്പോൾ ഒരു പാത്രം പോലും ദമ്മടിക്കാൻ പറ്റിയ ചെമ്പോ അതിന്റെ സാധനങ്ങളോ തൃശ്ശൂർ മാർക്കറ്റിൽ എൻ്റെ ഇല്ല. ബാംഗ്ലൂരിൽ നിന്നാണ് വരുത്തിച്ച് ഞാൻ തൃശ്ശൂരിലൊക്കെ കൊടുത്തത്. അപ്പോൾ പാത്രം പോലും ഇല്ല എന്നുള്ളതിൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഇവിടെ ആരും ദമ്മ് ചെയ്യുന്നില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ട്രെയിനിങ് കൊടുക്കാൻ പോയപ്പോൾ അവിടെയും അങ്ങനെയുള്ള സംവിധാനങ്ങളോ പാത്രങ്ങളോ അവൈലബിൾ അല്ല. അവിടെയും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി വെക്കുന്നു, നേരെ നെയ്ച്ചോറ് വെക്കുന്നു, നേരെ അതിന്റെ മുകളിൽ അടിക്കുന്നു, കുറച്ച് സമയം ചൂട് കൊള്ളിക്കുന്നു, കുറെ കനൽ തീയിലുണ്ടെങ്കിൽ അതെടുക്കുന്നു, മുകളിലും താഴെ ഇടുന്നു. ദമ്മായി എന്നാണ് അവരുടെ വിചാരം. പക്ഷെ യഥാർത്ഥ ദം ബിരിയാണി കേരളത്തിൽ എനിക്ക് തോന്നുന്നു 99% ആളുകളും കഴിച്ചിട്ടേ ഇല്ല. എക്സ്പീരിയൻസ് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കണ്ടേ? ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലും
എനിക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കറിയുന്നില്ല ഇത്രയും നല്ല ഇത് എങ്ങനെ അതിന്റെ ഫ്ലേവറും ആ റൈസും. നമ്മളിവിടെ എസെൻസ് ആണ് ഒഴിക്കുക, അവർ എസെൻസേ ഒഴിക്കില്ല. ഡാൽഡ വേണ്ട. നെയ്യ് വേണമെങ്കിൽ ഒരു 5 കിലോ ആയിരിക്കും 50 ഗ്രാം, ഇവിടെ ഒഴിക്കുന്ന 250 ഗ്രാം. അത്രയും നെയ്യ് ഒഴിച്ചാൽ തന്നെ നമ്മൾ കഴിച്ചാൽ നമുക്ക് ദാഹിച്ച് നമ്മളാകെ വലഞ്ഞു പോകും. ഇങ്ങനെ ഇതിന്റെ കൂട്ടും മസാലയും അതുപോലെ വെക്കുന്നതും. നമ്മുടെ നാട്ടിലൊരു പച്ചിറച്ചി മസാല കുഴച്ചിട്ട് ചെമ്പിലിട്ടിട്ട് അരി 3-4 സ്റ്റെപ്പായി ഊറ്റിയടിച്ചിട്ട് അതിനെ ദം ചെയ്യാൻ എത്ര ആൾക്ക് പറ്റും? അതും ദം ചെയ്യാൻ പുഴുങ്ങല്ല, പൊരിച്ച പോലെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. ഇങ്ങനെ എല്ലാം പിടിച്ച് കുടഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ ഇങ്ങനെ വീണ് പോകും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഔട്ട് ഓഫ് സ്റ്റേഷൻ പോവാത്തവർക്ക്, കേരളത്തിലുള്ള സാധാരണക്കാർക്ക്. നമ്മൾ ടി വിയിലും ഇതിലും പല കുക്കറി ഷോകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ ബിരിയാണി അല്ല. ബിരിയാണി അതിന്റെ റൈസിലേക്കൊക്കെ ഇങ്ങനെ ഓരോ അരിയിലും ഉണ്ടാവും അതിന്റെ ഒറിജിനൽ മണം, ആ ഗുണം, ആ ഒരു രസം. കഴിച്ച ഇവിടെ ഉണ്ടാവും, ഇവിടെ നിറയും ചെയ്യും. വയറ് നിറച്ച് കഴിക്കാനും നമുക്ക് പറ്റും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. വയറ് നിറച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. കഴിച്ചാലും നമുക്ക് അതിന്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. നല്ലൊരു ബിരിയാണി കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ പഠിച്ച് ഇതൊന്ന് പ്രചരിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കാൻ കാരണം പല സ്ഥലങ്ങളിലും ഇപ്പൊ ഞാൻ എൻ്റെ ഒരു 10-22 വയസ്സുള്ള സമയത്ത് ഞാനും എൻ്റെ കുറച്ച് സ്റ്റുഡൻസും കൂടി ബാംഗ്ലൂർ പോയി വരുമ്പോൾ ചെനാപട്ടണ എന്ന് പറയുന്ന സ്ഥലത്ത്, മൈസൂർ വഴിയാണ്, അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ വിശന്നു തുടങ്ങി. അപ്പോൾ ചവിട്ടാൻ പറഞ്ഞു. ഞാൻ വണ്ടി അവിടെ സൈഡാക്കി. അപ്പോൾ ഒരു ചെറിയ കട, അവിടുത്താണ് ഞാൻ ആദ്യമായിട്ട് ആമ്പൂർ സ്റ്റൈലിലുള്ള മുസ്ലിം ബിരിയാണി. അവിടെ പോത്ത് ആണ് നമുക്ക് കിട്ടുക. അത് കഴിച്ചപ്പോൾ തന്നെ ഞെട്ടി. കൊള്ളാലോ, ഇങ്ങനെയുണ്ടോ ബിരിയാണി? അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്നേ ഇല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബിരിയാണി അനുഭവങ്ങളും ഇല്ല. നമ്മൾ ഇവിടെ ഈ കോഴി പൊരിക്കുന്നു, മസാല വഴറ്റുന്നു, ചെമ്പിലിടുന്നു, കുറെ റൈസ് ഇടുന്നു, ഡാൽഡ നെയ്യ് ഒക്കെ വാരി വലിച്ചു കുടിക്കുന്നു, വയറ് നിറച്ച് കഴിക്കുന്നു. ശരിക്കുള്ള ബിരിയാണിയുടെ ടേസ്റ്റും സ്മെല്ലും അതിന്റെ ആ ഒരു എന്താ പറയാ, കൊതിയാവും. ആ ഒരു ഇത് ഇവിടെ ആർക്കും അറിയില്ല, ആരുടെ കയ്യിലും ഇല്ല. അപ്പൊ ആ ഒരു സംഗതി അവിടുന്ന് കഴിച്ചപ്പോൾ തന്നെ ഓക്കെ, നമ്മൾ ഇനിയും കുറെ കൂടി പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, നമ്മളവിടെ സേവ് ചെയ്തു. പിന്നീട് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റായി. ഞാൻ കാറുമായിട്ട് ഫാമിലിയായിട്ട് ആ വഴി പോകുമ്പോൾ ആ കടയ്ക്ക് നിൽക്കാവുന്ന, ആ കടയിൽ നിർത്താവുന്ന രീതിയിലാണ് ഞാൻ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. കാരണം ആ ഒരു ടേസ്റ്റ് അവിടെ നിൽക്കുകയാണ്. തിരിച്ചും അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ആ വഴിക്കാന്ന് പറഞ്ഞെങ്കിൽ അവിടെ നിന്നൊരു ബിരിയാണി കഴിക്കും, ഒരെണ്ണം പാർസൽ. കാരണം അന്ന് 80 രൂപ 90 രൂപ ഒക്കെ ഉള്ളു. ഇതാണ് നമ്മളെ ഭക്ഷണാനുഭവം. അതുപോലെ ഞാൻ അടികമനെ തൊണ്ട ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കുറെ ബ്രാഞ്ചുകളുണ്ട്. ഹൊസ്കട്ടെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കാണാം. ഹൊസ്കട്ടെ അവിടേക്കുള്ള ഫേമസ് ബിരിയാണിയാണ്. അത് പ്രത്യേക ഇലകളൊക്കെ അരച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഗ്രീൻ കളർ ഉപയോഗിക്കില്ല, കളറിലാണ് അത് വരിക. മീൻസ് ചേർക്കുന്ന ഇലകളുടെ ഗുണമാണത്. ആ ബിരിയാണി കഴിച്ചപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. ഓ, ഇത് എന്ത് ടേസ്റ്റാണ്. ജീരക സാമ്പാർ എന്നാണ് അവിടെയൊക്കെ പറയാ. ആ റൈസാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ഓരോ അരിയിലും. അതുപോലെ ഇറച്ചിയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ. കഴിച്ചപ്പോൾ തന്നെ കൊള്ളാലോ. അങ്ങനെ ഞാൻ അത് പഠിപ്പിക്കുന്ന ഒരാളെടുത്ത് പോയി അതിന്റെ പ്രൊഫഷണലായിട്ട്, പക്ഷെ അവർ മസാല കൂട്ട് പറഞ്ഞു തരില്ല. ഞാൻ തന്നെ അത് ഗവേഷണം ചെയ്ത് അതിന്റെ മസാലകൾ, മീൻസ് അവരെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോയിലേക്ക് 50 ഗ്രാം ഇട്ടാൽ ഉപ്പടക്കാണ്, പിന്നെ ഒന്നും ഇടണ്ട. അതൊന്നും നമുക്ക് ഇവിടെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഗ്രാം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ്. ഒരു 1/2 കിലോന് 450 ഗ്രാം അങ്ങോട്ട് ഈ മസാല ഇട്ട് കഴിഞ്ഞാൽ അത് മീൻസ് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സമയത്ത് അതിടും. അത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ആ മസാല കൃത്യം, ഉപ്പ് കൃത്യം. മീൻസ് 1 കിലോയിലേക്ക് ഇത്ര ഇട്ടാൽ മതി. ബാക്കിയുള്ള സാധനങ്ങൾ ഇഞ്ചി ആ പേസ്റ്റുകളൊക്കെ അതിൻ്റെതായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഗുണവും ഭയങ്കര ടേസ്റ്റും. അങ്ങനെ ഞാൻ പഠിച്ച് ആ ബിരിയാണി പഠിച്ചു. ഈ പാരഡൈസ് ബിരിയാണി പഠിച്ചു. മീൻസ് അത് ഹൈദരാബാദി മുഗളായി സ്റ്റൈൽ, ദ കിങ് ഓഫ് ബിരിയാണി. ഒന്നും പറയാനില്ല. ശരിക്കും അത് പ്രൊഫഷണലായിട്ട് പഠിച്ചാൽ അത് നന്നായി ചെയ്യാം. ഞാനവിടെ വളരെ താഴ്മയായി നിന്നിട്ടാണ് ഞാനത് ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് അധികം നാളവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫിനാൻഷ്യലി വളരെ തുച്ഛമാണ് അവർ തരുള്ളൂ. എങ്കിലും നമുക്ക് ജീവിക്കണം, പഠിക്കണം. അങ്ങനെ അത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളെ നാട്ടിൽ ബിരിയാണി എന്ന് പറയുന്ന ഒരു സാധനം ഒറിജിനലായിട്ട് ഇല്ല. ഇവിടെ ഉള്ളതൊക്കെ ഈ പൂത്തി വെക്കുന്ന ബിരിയാണികളും ഇതൊക്കെയാണ്. ഒറിജിനൽ കൊടുത്താൽ എങ്ങനെ ഇരിക്കും?
അങ്ങനെ ഞാൻ അതിൻ്റെ ഒറിജിനൽ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പഠിപ്പിച്ചു. അത് കഴിക്കുമ്പോൾ തന്നെ ഇപ്പം ഇവിടെ നമ്മൾ കടകളൊക്കെ നടത്തുന്ന എത്ര പേർക്ക് ഒരു കസ്റ്റമർ എടുത്ത് പോയിട്ട് എങ്ങനെയുണ്ട് ബിരിയാണിന്ന് ചോദിക്കാൻ ധൈര്യമുണ്ട്? അതോ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഇത് കഴിക്കുമ്പോൾ തന്നെ മുഖത്തുണ്ടാവും ഒരു പുഞ്ചിരി, ഒരു സന്തോഷവും. ഓരോ കസ്റ്റമർ എടുത്ത് നമുക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റണം, ധൈര്യമായിട്ട് പോയി ചോദിക്കാൻ പറ്റണം എങ്ങനെയുണ്ട് ബിരിയാണി. അപ്പോൾ അവർ പറയും നല്ല അടിപൊളിയാണെങ്കിൽ അത് ഫസ്റ്റ് ഉള്ള കഴിച്ചു പറഞ്ഞ ഒരു മീൻസ് എൻ്റെ അനുഭവമാണ്. ഞാൻ അങ്ങനെ പല കടകളിലെ ഓണർമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പോയിട്ട് അവരത് കഴിച്ചിട്ട് നമുക്ക് ആ ഒരു സന്തോഷം. ബാംഗ്ലൂരിൽ തന്നെ ഞാൻ പഠിച്ചതിന് ശേഷം ചില കടകളിലൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അനുഭവം, അതുപോലെ തന്നെ ഞാൻ സ്റ്റാഫിന് ആദ്യം ട്രെയിനിങ് കൊടുത്തിട്ട് സ്റ്റാഫൊക്കെ പണി പഠിച്ചു, നല്ല ക്ലിയർ ആയപ്പോൾ അവരെ വഴിക്ക് പോയി. മീൻസ് നല്ല ശമ്പളത്തിന് ഓഫർ കിട്ടിയപ്പോൾ അവർ പോയി. പിന്നീട് ഓണർമാർക്ക് പോയി പഠിപ്പിച്ച് അവർ റണ്ണിങ് ചെയ്ത് സക്സസ് ആയവരുണ്ട്. എങ്കിലും അങ്ങനെയുള്ള സെക്കൻഡ് ചാൻസുകളൊക്കെ ഭയങ്കര റിസ്ക്കിയാണ്. ഈ ബിരിയാണിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ആ മുഗളായി സ്റ്റൈൽ പാരഡൈസ് നിന്ന് ഹൈദരാബാദി ബിരിയാണി, ദ കിങ് ഓഫ് ബിരിയാണി, ആ സാധനത്തിൻ്റെ പല ശാഖ ചെറിയ വേരുകളാണ് ഇന്ന് ഈ കാണുന്ന പല സ്റ്റൈല് ബിരിയാണികളും ഒക്കെ. ബുഹാരി ബിരിയാണി, എൻ്റെ പേര് ബുഹാരി എന്നാണ്. ബുഹാരി ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ബിരിയാണികൾ ഇതിൽ നിന്നുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ്. പിന്നെ അത് പ്രോപ്പറായിട്ട് പഠിച്ച ആളുകൾ, വളരെ തുച്ഛം ആളുകളുള്ളൂ പല സ്ഥലത്തും. ഇപ്പോൾ ഹൈദരാബാദി ബിരിയാണിയിൽ ടോട്ടൽ തക്കാളിയുടെ ഉപയോഗമില്ല. നമ്മുടെ നാട്ടിൽ തക്കാളി ഇടാതെ ബിരിയാണി ഉണ്ടാക്കാൻ കഴിയുമവർക്ക്. അതുപോലെ തന്നെ പച്ചിറച്ചി കുഴച്ച് വെച്ച് അടിയിൽ അത് ചെമ്പിൽ വെച്ച് അതിനെ അവർക്ക് കരിയാതെ വേവിച്ചെടുക്കാൻ സാധിക്കുമോ? അതിനുള്ള ട്രെയിനിങ്ങും ഇല്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നവർ വളരെ കുറവാണ്. ചിലർ പറയാറുണ്ട് ഹൈദരാബാദി ബിരിയാണി നമ്പർ 1, പക്ഷെ പഠിക്കാനുള്ള ശ്രമമല്ല, അപ്ഡേഷൻ അല്ല. നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഇത് താല്പര്യമുണ്ട്, ഇത് കണ്ടു, നിങ്ങൾക്ക് വെറും ഒരു 2 ബിരിയാണി, 2 ചിക്കൻ ഫ്രൈ പോലത്തെ ഒരു 3-4 റെസിപ്പി, അത് 4 സബ്ജക്റ്റ് മതി, 4 മതി. അത് വെടിച്ചില്ലൻ അടിപൊളി സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയൊരു കട കൊണ്ട് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ ഒറിജിനൽ സാധനം, ഒറിജിനൽ ബിരിയാണി നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും. കഴിച്ചാൽ ദാഹമില്ല, ഉറക്കമില്ല, നല്ല രീതിയിൽ അത് ബിരിയാണി കഴിച്ചാൽ ഇന്ന് പലർക്കും പേടിയാണ്, ഉറക്കം വരും, ഭയങ്കര ദാഹമായിരിക്കും. ആ ഒരു രീതിയല്ല ബിരിയാണി. ഒറിജിനൽ ബിരിയാണി കഴിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി, ഞാൻ പഠിച്ചു. ഇന്ന് ഞാൻ അതിൻ്റെ പ്രചാരകനാണ്, പല സ്ഥലത്തും അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരും, ട്രെയിനിങ് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് ട്രെയിനിങ് ചെയ്യാം. കൂടാതെ ഇതിലുള്ള ഇനിയൊരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, നല്ല ബിരിയാണി മേക്കറാണോ, നിങ്ങൾ ഒരു 2-3 മാസത്തെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു 30,000 മുതൽ 60,000 രൂപ ശമ്പളം നോർമലായിട്ടുണ്ട്. കൂടാതെ ഏത് ജോലിക്കും നിങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കയ്യിൽ നിന്ന് വെക്കേണ്ടി വരും. പക്ഷെ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. കിട്ടുന്ന പൈസ നിങ്ങൾക്ക് വീട്ടിൽ സേവ് ചെയ്യാം. അതുപോലെ തന്നെ വിദേശത്ത് ഇന്റർനാഷണൽ ഫുഡാണ്. ഒരുപാട് നിങ്ങൾ വൈഡാക്കി പഠിക്കാൻ പോയാലും നിങ്ങൾക്കൊരു പേരെടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു സ്ഥലത്ത് ഒരു മെയിൻ ഫുഡ് ഊണ് പേര്, ബിരിയാണി പേരെടുക്കാം. നല്ലൊരു പൊറോട്ടക്കാരൻ, നിങ്ങൾ എത്ര നല്ല പൊറോട്ട എത്ര വലുതാക്കി അടിച്ചാലും എത്ര സ്മൂത്താക്കി അടിച്ചാലും ഭയങ്കര പൊറോട്ടക്കാരനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭയങ്കര ശമ്പളം ആരും തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ പൊറോട്ടക്കാരനാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെയും അവൻ അവിടുന്ന് പോകാനേ പറ്റില്ല. ചൈനീസ് പഠിച്ചാലും ഇതന്നെ സ്ഥിതി. നേരെ മറിച്ച് ബിരിയാണിയാണ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ബിരിയാണി വെക്കുന്ന സമയം കഴിഞ്ഞാൽ ബാക്കി ഫ്രീ ടൈം ഒരുപാട് നിങ്ങൾക്ക് കിട്ടും, യൂസ് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ബിരിയാണി അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഈ ഫീൽഡിലുള്ള ആളുകൾക്ക്, അവരും കണ്ട് മനസ്സിലാക്കട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. അതും കൂടെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ സൈഡിലൊരു ബ്ലോക്ക് അടക്കമാണ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓക്കെ ഇതാണ് സംഭവം, ഇപ്പം ഇതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ കാണാം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റിമൈൻഡ് ഫ്രീ ടൈമിൽ കണ്ട് ആ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ. ഹായ്.